ഹായ് ഫ്രണ്ട്സ്, ഞാൻ ആഷ്ലി. എൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിൽക്കുന്നത് അങ്കമാലിയാണ്. ഇന്നലെ വന്നു, ഇവിടെ സ്റ്റേ ചെയ്തു. ഇന്ന് ഇവിടുന്ന് നേരെ നമ്മൾ എറണാകുളത്തേക്കാണ് വന്നത്. അങ്കമാലി ആണ് സ്ഥലം. അങ്കമാലിയിൽ നിന്ന് എറണാകുളം 31 കിലോമീറ്ററാണ്. 1 മണിക്കൂർ ജില്ലയുണ്ട് ട്രാവൽ. അപ്പം ഇന്ന് അവിടെ പോയിട്ട് വേണം നമ്മൾ എന്തൊക്കെയാണെന്ന്, എവിടേക്കാണ് പോകുന്നതെന്നുള്ളത് നോക്കാൻ വേണ്ടി. നമുക്ക് പോയി നോക്കാം. എൻ്റെ ഫാമിലീസൊക്കെ ഉണ്ട്, എല്ലാവരും കൂടെയാണ് ഞങ്ങൾ പോകുന്നത്. ഇതാണ് പെങ്ങളുടെ വീട്. അങ്കമാലിയാണ്. അങ്കമാലിയിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ മഞ്ഞപ്പറ എന്നൊരു സ്ഥലത്താണ്. മഞ്ഞപ്പറ റോഡ് കേട്ടോ. ഇത് ജാതിക്ക മരം കേട്ടോ. കായൊക്കെ പിടിച്ചിട്ടുണ്ട് മരത്തിൽ. കാണിച്ചു തരാം. ജാതിക്ക മരം കായ് കാണിച്ചു തരാം. ഇതെല്ലാം ജാതിക്ക മരമാണ്. ഇതെല്ലാം കായ് പറിച്ചു പോയിട്ടുണ്ട് കേട്ടോ. എല്ലാം ജാതിക്ക കായ് പിടിച്ചതാണ്. ഇതാണ് ജാതിക്ക കേട്ടോ. ഇതിലൊക്കെ ഒരുപാട് കായ് പിടിച്ചിട്ടുണ്ട്. നമ്മൾ പോകുന്നത് 2 കാറിലാട്ടോ. രണ്ടെണ്ണത്തിനാണ് നമ്മൾ പോകുന്നത്. എന്തായാലും ഇനി അവിടെ ചെന്നിട്ടുള്ള വിശേഷം കേട്ടോ. ഇവിടെ കാറൊക്കെ ഇവിടെ പാർക്ക് ചെയ്ത്. കാർ ഇവിടെ പാർക്ക് ചെയ്തു. നമ്മൾ മറൈൻ ഡ്രൈവ് എത്തിയിട്ടുണ്ട്. നമ്മൾ കാറൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ബോട്ട് സർവീസ് ഉണ്ട്. ഇവിടെ നിന്ന് നോക്കണം ബോട്ടിൽ എങ്ങനെ അതിൻ്റെ സർവീസ് ചാർജും കാര്യങ്ങളൊക്കെ. ഇതിപ്പോ എത്ര മണിക്കൂറാ? അല്ല, എത്ര മണിക്കൂറാണ് സർവീസ്? 1 മണിക്കൂറാ? 1500 1500 1650 200 രൂപയാണ് ഒരാൾക്ക്. ഇനി സെപ്പറേറ്റ് ആണെങ്കിൽ നമ്മൾ കച്ചവടമാക്കിട്ടോ 1500 രൂപക്ക് നമ്മൾ 11 പേര്. നമ്മളിതല്ല ബോട്ട്, ഇതല്ലേ ഗ്രേറ്റർ കൊച്ചിനല്ലേ നമ്മുടെ ബോട്ടിലേക്ക് കേട്ടോ. കുറച്ച് ആൾക്കാരെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരിതാ കയറ്റാണ്. ഒരു ഫാമിലീസാണ് ആൾക്കാർ. നമ്മൾ 1 മണിക്കൂറിലെ സർവീസ് ആട്ടോ. ചെറിയ ബോട്ടുണ്ട്, ഇപ്പുറത്ത് വലിയ ബോട്ട്. ഇതിലാണ് നമ്മൾ പോകുന്നത്.
മുകളിൽ കയറി ഗ്രേറ്റർ കൊച്ചിൻ കപ്പാസിറ്റി 66 നമ്പർ പോലീസ് നമ്പർ എടുത്തിട്ടുണ്ട്. വെഞ്ചൂർ ഹെഡ്. മുകളിൽ കസേര കിട്ടല്ലേ? നമ്മൾ മുകളിലേക്കാട്ടോ പോകുന്നത്. ഇവിടെ കുറേ ഇതുപോലത്തെ കുറേ ബോട്ടുകാർ ഉണ്ട്. എല്ലാത്തിനും ആൾക്കാരൊക്കെ കയറി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് മുകളിലേക്കാണ് കയറേണ്ടത്. ഇതിൽ വേറെ കുറേ ആൾക്കാരൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഡ്രൈവർ സീറ്റാണിത്. തിരിച്ചു വരുന്നതാണ്. ഈ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടല്ലേ. ജാക്കറ്റൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതാരും ഇടുന്നൊന്നും കേട്ടില്ല. മനുഷ്യനിർമ്മിതമായ ഐലൻഡ് ആണത്. ബോട്ടിന്റെ അടുത്ത സൈഡ്, ബോട്ടിന്റെ അടുത്ത സൈഡ് ഇതാണ് ബോട്ടിന്റെ വെച്ച സൈഡ് നോക്കുമ്പോ കാണാം ബോൾഗാട്ട് ഐലൻഡ് ആണ് ഈ കാണുന്നത്. അല്ല, ബോൾഗാട്ട് പാലസ് ആണ് ഈ കാണുന്നത്. ഇത് പഴയ കാലത്ത് ഡച്ച് ഗവൺമെന്റ് പണിതാണത്. ഇത് 1744 ഡച്ചുകാർ പണിതാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഗവൺമെന്റ് കൊച്ചി മഹാരാജാവിനെ കൊടുത്തു. അങ്ങനെ കൊച്ചി മഹാരാജാവിന്റെ കൊട്ടാരമായിരുന്നു. അതിന് ശേഷം ഗവൺമെന്റ് വിട്ട് കൊടുത്തു. ഗവൺമെന്റ് ഏറ്റെടുത്തപ്പോൾ സ്റ്റേറ്റ് ഡിഷ് ഹോട്ടലാണ്, 3 സ്റ്റാർ ഹോട്ടലാണ്. നിങ്ങൾ മൈബോസിൽ പോയിട്ടുണ്ട് ആരെങ്കിലും? മൈ ബോസിന് ദിലീപ് പറയുന്നത് കാറ് കയറാൻ വഴിയാത്ത വീടെന്ന് പറയുന്നുണ്ട്. ആ പെണ്ണിനെ സാരി കൊടുത്തിരുന്ന ആ മരത്തിനടക്കാണ്. ബാക്കിയൊക്കെ ആലപ്പുഴയാണ്. ഇത് ഷൂട്ടിംഗ് പ്ലേസ് ആണ്. തമിഴ്, ഹിന്ദി, മലയാളം, കന്നഡ നിരവധി പടങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സ്ഥലമാണത്. ഇത് താമസിക്കാം. അത് ബോൾഗാട്ടിലെ കൺവെൻഷൻ സെന്ററാണത്. ഏറ്റവും കൂടുതൽ പരിപാടി നടക്കുന്നത് ഇവിടെയാണ്. അത് തൊട്ട് ബാക്കിൽ കാണുന്ന ഗ്രാൻഡ് അയാത്ത് ലുലുമാൾ ഗ്രൂപ്പിന്റെ ആണത്. അതിന് തൊട്ടിപ്പുറത്ത് കാണുന്നതാണ് ഗോശ്രീ പാലം എന്ന് പറയും. ഇത് എറണാകുളത്ത് നിന്ന് ഫസ്റ്റ് ബോൾഗാട്ടിൽ നിന്ന് 2 വെല്ലാർപാടം 3 വൈപ്പി, അങ്ങനെ 3 പാലാണത്. ഈ പാലം വന്നിട്ട് 19 വർഷമായിട്ടുള്ളൂ. അതിൽ മുപ്പാട് എറണാകുളത്ത് നിന്ന് വൈപ്പിലേക്ക് ജങ്കർ സർവീസും ബോട്ട് സർവീസും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് ഗോശ്രീ എന്നുള്ളത് സംസ്കൃത വാക്കാണ്. പാലത്തിന്റെ പേര് കൊച്ചി എന്നാണ്. കാണാണ് വെല്ലാർപാടം പള്ളി. ഇതാണ് രാമന്തുരത്ത്. ആ കണ്ടൽക്കാട് പിടിച്ചൊക്കെ ആണ് രാമന്തുരത്ത്. 5 വീടാണ് അതിൻ്റെ ഉള്ളിലുള്ളത്.
ഇപ്പൊ അതൊക്കെ പോയി ഇപ്പൊ ആകെ 2 വീട്ടുകാർ മാത്രമേ ഉള്ളൂ. ആകെ 28 വോട്ടർമാരായിരുന്നു. ഇപ്പൊ അത് മാറി ആകെ 18 വോട്ടർമാരുള്ളൂ. ആ വോട്ടർമാരെ വോട്ട് ചെയ്യാൻ പല സമയം എത്രയെന്നറിയാം? 5 മണിയുടെ സമയം. കാലത്ത് ഇവരൊക്കെ അവിടെ കലോസം വന്നവിടെ നിൽക്കും. അത് വോട്ട് ചെയ്യാൻ വരുമ്പോ 4:45 അപ്പോഴാണത് വേമ്പനാട്ട് പാലം എന്ന് പറയും. റെയിൽവേ പാലാണത്. ഇപ്പൊ ഗുജറാത്തിലെ ഇതിനേക്കാൾ ഒരു പാലം വന്നപ്പോ അത് 2ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. ഇതിപ്പോ ഇത് പണിത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കണ്ടേക്കണത് ആകെ 3 പ്രാവശ്യം മാത്രമേ ഇതിൽ ട്രെയിൻ ഓടിയിട്ടുള്ളൂ. ഇവിടെ ഏറ്റവും അങ്ങോട്ട് നോക്കുമ്പോൾ ഒരു അമ്പലം പോലെ കാണാം. അതാണ് കൊച്ചിൻ പോർട്ട് ഓഫീസാണ് കാണുന്നത്. ആദ്യം ഒരു അമ്പലം പോലെ, പിന്നെ ഒരു മുസ്ലിം പള്ളി, പിന്നെ ഒരു ക്രിസ്ത്യൻ പള്ളി, 3 ആകൃതിയിലാണത്. അതിന്റെ തൊട്ടാണ് കേരളത്തിൽ ആദ്യമായി വന്ന 5 സ്റ്റാർ ഹോട്ടൽ, താജ് മലബാർ ഹോട്ടൽ. അതിന് തൊട്ട് അപ്പുറത്ത് ചുവന്ന പെയിന്റൊക്കെ അടിച്ച് കുറേ വീടുകളായിട്ട് കാണാം. അതാണ് മട്ടാഞ്ചേരി. അവിടെയാണ് ദൂതുപള്ളി, ടച്ച് പാലസ്, ടൂറിസ്റ്റ് അവിടെയാണ്. താഴ്ത്തിരിക്കുന്നവർ ആ സ്റ്റെപ്പിൽ കയറി ഇരിക്കരുത് കേട്ടാ. താഴത്തെ സ്റ്റെപ്പിൽ കയറി ഇരിക്കരുത്. സ്റ്റെപ്പിൽ നിന്ന് 5000 ഫൈനാണ് പോലീസ്. ഞങ്ങളൊരു ഉത്തരവാദിത്തമില്ല, നിങ്ങൾ നേരിട്ട് പൈസ അടയ്ക്കേണ്ടി വരും. ചെറിയ ബോട്ടിൽ ഒരു കപ്പലിന്റെ കടന്നു കഴിഞ്ഞാൽ അവർക്ക് അവിടെ കാണാൻ, കൊച്ചിൻ പോർട്ട് ഓഫീസിൽ കാണാൻ പറ്റും. തൊട്ടിപ്പുറത്താണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്, തീരസംരക്ഷണ പോലീസാണ് കിടക്കുന്നത്. ഒരു വെള്ളമേ ഒരു നീല വരയിട്ട് കിടക്കാനാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്. നമ്മുടെ ബോട്ടിന്റെ ഏറ്റവും ഫ്രണ്ട് കാണാൻ വൈപ്പിൻ ഐലൻഡ് ആണത്. ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യ കൂടുതൽ ദ്വീപാണ് വൈപ്പിൻ ദ്വീപ്. ഈ വൈപ്പിൻ ദ്വീപ് ഇവിടെ തൊട്ട് ചെറായി വരെയാണ്. അതുകൊണ്ട് ഇവിടെ കാണുന്നത് മാത്രമല്ല, ഇവിടെയാണ് മദ്യദുരന്തൊക്കെ നടന്നിട്ട് 79 പേര് മരിച്ച ദ്വീപിലാണ് മണിച്ചൻ. അതേപോലെ നമ്മുടെ ഫ്രണ്ടിലൊരു ഷിപ്പ് കയറിയിട്ടുണ്ട്. അതാണ് ഡ്രഡ്ജർ, മണ്ണുമാന്തി കപ്പലാണ്. ഇങ്ങനെ മുമ്പാണ് ഇവിടെ വർക്ക് ചെയ്യണത്. 24 മണിക്കൂർ വർക്ക് ചെയ്യണം. അത് കപ്പൽക്കാരാണ്. കപ്പൽക്കാരിൽ മണ്ണെടുത്തിട്ട് ഉൾക്കടലിലെ കൊണ്ട് കളയും. ഇവിടെ 27 മീറ്റർ ആഴുള്ളൂ, അത് 57 മീറ്റർ ആഴാണ് കപ്പൽക്കാര്. നമ്മളിപ്പോ സഞ്ചരിക്കുന്നത് പെരിയാറാണ്. അത് വേമ്പനാട്ട് കായൽ. ഈ 2 കായലും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഓഫീസാണ് ഈ കാണേട്ടാ. ഈ 2 സൈഡിൽ കാണാൻ ചൈനീസ് നെറ്റാണ് കാണാൻ, ചീനവലിയാണ് കാണാത്ത 2 സൈഡില്. നിങ്ങക്ക് ഭാഗ്യം ഡോൾഫിനെ കാണാൻ പറ്റും. ഇപ്പൊ 2 ദിവസമായിട്ട് കണ്ടിട്ടില്ല. നമുക്ക് നമ്മളുടെ ഇപ്പൊ പെർമിഷൻ 2-3 ദിവസമായിട്ട് നമുക്ക് നിർത്തിവെച്ചേക്കാണ്. ഇത് ഭയങ്കര ശക്തമായിട്ടുള്ള തരയും കാറ്റും കാരണം അങ്ങോട്ട് കത്തിവിടാനുള്ള ഇല്ല. ആ ബോട്ട് തിരിഞ്ഞു വരുന്ന അതേ ലെവലിൽ നമ്മൾ തിരിഞ്ഞു വരും. ബാക്കി നമുക്ക് ബാക്കിയുള്ള സ്ഥലത്ത് NG ശ്രീകുമാറിന്റെ വീടൊക്കെ കണ്ടിട്ട് പോരാം.
നമ്മുടെ 1 മണിക്കൂറത്തെ ബോട്ട് യാത്ര കഴിഞ്ഞു തിരിച്ചിറങ്ങിട്ടോ. 1 മണിക്കൂറാണ് യാത്ര. അപ്പോൾ എപ്പോഴും പറയുന്നത് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു. നമ്മൾ ഹൈക്കോടതിൻ്റെ അടുത്തുള്ള ഒരു ചെറിയ ഹോട്ടലുണ്ട് കേട്ടോ. ഇവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. നല്ല തിരക്കാണ്, പുറത്ത് നല്ല മഴയാണ് കേട്ടോ. നമ്മൾ ഈ ചെറിയ ഹോട്ടലിലാണ് ഭക്ഷണം കഴിച്ചത്. നമ്മുടെ ഹൈക്കോർട്ട് ഇതിനടുത്ത് തന്നെയാണ്. ഓക്കെ, ഇവിടെ നിർത്തി നമ്മളിവിടെ കഴിച്ചു.